ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചാൽ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാവുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. ഇപ്പൊ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനമുണ്ടായതിൽ ഇന്ന് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ MBBS പഠിച്ച അഭ്യസ്ത വിദ്യരായ ഡോക്ടർമാരാണ് അതിന്റെ പുറകിലുള്ളത്. ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒരു രാജ്യത്തെക്കുറിച്ചുള്ള അറിവും ഒക്കെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ഒരു ചിന്തയിലോട്ട് കടന്നുപോയത്? അപ്പോൾ അവരാരെയൊക്കെയോ കേട്ടതാണ്, അവരാരെയൊക്കെയോ പിൻപറ്റിയതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കേൾവികൾ കേൾക്കാൻ പാടില്ല. നിങ്ങൾ 300ഓളം വരുന്ന ഈ ശിഷ്യഗണങ്ങൾ നാളെ ഇതേപോലെ വലിയൊരു സമൂഹത്തോട് പറയേണ്ടവരാണ്. നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു ചാവേറായി പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞാൽ അതും ഇസ്ലാമും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അതോടുകൂടി അവൻ കാലാകാല നരകത്തിലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് എത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടായാലും ആ പ്രയാസങ്ങളുടെ മുകളിൽ ക്ഷമയോടെ ജീവിക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്.